ദൈവത്തിൻ്റെ പരിശുദ്ധമുള്ള നാമം ഇന്ന് ഈ രാവിലെ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യവും ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ നടുവിലായിരിക്കാൻ സർവകൃപാലുവായ ദൈവം എനിക്കും ഒരു അവസരം വേർതിരിച്ച് തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സഭയുടെ ഫൗണ്ടറായിരിക്കുന്ന കർത്താവ് ബഹുമാന്യ അഭിഷിക്ത ദൈവദാസൻ, തൻ്റെ കുടുംബം, അതുപോലെ തന്നെ ഞാൻ സ്നേഹിക്കുന്ന കൊട്ടപ്പൻ പാസ്റ്റർ, അതുപോലെ എൻ്റെ സ്നേഹിതനായിരിക്കുന്ന ജസ്റ്റിൻ പാസ്റ്റർ, ഞങ്ങൾ ആത്മാർത്ഥമായൊരു കുടുംബത്തിലെ അംഗം എന്നതുപോലെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന അനിൽ പാസ്റ്ററെ, തൻ്റെ കുടുംബം, ആരാധനയ്ക്കായി കടന്നു വന്നിരിക്കുന്ന വത്സല്യ സഹോദരി, നിങ്ങളെല്ലാവരെയും ഒരു പ്രാവശ്യം ക്രിസ്തുവിൽ ഞാൻ വന്ദനം ചെയ്യുന്നു. യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ആരാധന ദൈവം നമുക്ക് നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേക ആദ്യത്തെ വേഷത്തിലൊക്കെ ഒരു 10,000 പേര് നിൽക്കുന്ന ഒരു വലിയ സദസ്സ് പോലെ ഈ ആത്മീയ അന്തരീക്ഷത്തെ എനിക്ക് അനുഭവിച്ചറിയുവാൻ ഇടയാക്കി. എന്നോട് ചേർന്ന കർത്താവിൻ്റെ ആ വലിയ തേജസ് അനുഭവിപ്പാൻ കൃപ ലഭിച്ച എല്ലാവരും കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാൽ പറഞ്ഞു 2-3 പേര് എൻ്റെ നാമത്തിൽ കൂടി വരുന്ന മധ്യത്തിൽ ഞാൻ എഴുന്നള്ളിലേക്ക് വരാമെന്നുള്ളതാണ്. 1000 പേര് കൂടുന്ന സദസ്സിൽ വരാമെന്നല്ല, കർത്താവിന്റെ നാമത്തിൽ എവിടെയാണോ കൂടുന്നത് അതിന്റെ മധ്യത്തിൽ നമ്മുടെ കർത്താവിന്റെ സാന്നിധ്യമുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നമ്മുടെ ദൈവം അല്പത്തിൽ വിശ്വസ്തനും അധികത്തിന്മേൽ നമ്മെ വിചാരകന്മാരും ആക്കുന്ന ദൈവമാണ്. ഞാൻ ഓർക്കുന്നു, ഞാൻ ഇപ്പോൾ നിൽക്കുന്ന സഭയിൽ ശുശ്രൂഷ ആരംഭിച്ചിട്ട് 29 വർഷം പിന്നിടുകയാണ്. ആ സഭയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന വേളയിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു സഭായോഗം തുടങ്ങിയത്. അന്ന് ഞാൻ തന്നെ സഭായോഗത്തിനുള്ളൂ, മറ്റാരുമില്ല. സഭായോഗം നടത്തുന്ന പോലെ തന്നെ ഞാൻ തന്നെ പാട്ടുപാടി, ഞാൻ തന്നെ സ്തോത്രം ആരാധന ലീഡ് ചെയ്തു, ഞാൻ തന്നെ സങ്കീർത്തനം പ്രസംഗിച്ചു, അതിൽ നിന്ന് ശുശ്രൂഷിച്ചു, ഞാൻ തന്നെ സാക്ഷ്യം പറഞ്ഞു, ഞാൻ തന്നെ സ്തോത്രാഴ്ച കിട്ടു, ഞാൻ തന്നെ പ്രാർത്ഥിച്ചു, ഞാൻ തന്നെ ആശീർവാദം പറഞ്ഞു, ഞാൻ തന്നെ 3 ഹല്ലേലൂയ പറഞ്ഞു. അങ്ങനെ ആരംഭിച്ച വേല 100 കണക്കിന് ആത്മാക്കളെ ദൈവം തന്നു. കാരണം സഭ ദൈവത്തിൻ്റെതാണ്. അപ്പൊ തന്നെ പറയുന്നു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ എന്ത് ചെയ്യല, ജയിക്കില്ല. എല്ലാ കാലത്തും പാതാള ഗോപുരത്തിന്റെ വെല്ലുവിളികൾ ദൈവസഭയ്ക്കെതിരെ ഉണ്ട്. എന്നാൽ ആ പാതാള ഗോപുരത്തിന്റെ ശക്തിയെ ജയിച്ചവൻ നമ്മുടെ കൂടെയുണ്ട്. എൻ്റെ സിസ്റ്റർ സഹോദരി മിനി എൻ്റെ കൂടെ ഉണ്ട്. ഞങ്ങൾ 7 മക്കളാണ്. ഞങ്ങൾ ഏറ്റവും ഇളയതിനാണ്, നേരെ മൂത്തതാണ് കർത്താവിന്റെ ദാസി മിനി. ഞങ്ങൾ അടുത്ത സ്ഥലങ്ങളിലാണ് കർത്താവിന്റെ മഹത്വമുള്ള വേല ചെയ്ത് കർത്താവിന്റെ ദാസൻ ആ സഭയുടെ സെന്ററിന്റെ ചുമതല വഹിക്കുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് എല്ലാ ബുധനാഴ്ച തോറും പലയിടങ്ങളിൽ പരസ്യയോഗമായി കടന്നു പോകാൻ ദൈവം ഞങ്ങൾക്ക് അവസരം തരുന്നു. ലഭിക്കുന്ന വേളകൾ അവിടെ ഇവിടേക്കായിട്ട് ഒരുമിച്ച് സഹകരിച്ച് സൂക്ഷിപ്പാനും ഒരുമിച്ച് കർത്താവിന്റെ മഹത്വമുള്ള വേല ചെയ്യുവാനും കർത്താവ് ഞങ്ങളെ ഇടയാക്കി തീർത്തുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ആൻഡി പാസ്റ്ററേയും കുടുംബത്തെയും പരിചയപ്പെടുന്നത് ഈ വർഷത്തിന്റെ ആരംഭ നാളുകളിലാണ്. പ്രത്യേകിച്ച് ഞാൻ മസ്കറ്റിലെ 1 മാസത്തെ മീറ്റിങ്ങിന് ശേഷമായി തലേ രാത്രിയിൽ ഞാൻ എങ്ങോട്ട് പോകും എന്നറിയാതെ ഇവിടെ വന്നു കഴിയുമ്പോൾ മോള് പറഞ്ഞു, ഒരു ബെഡ് പേസ് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്, അപ്പോൾ ഇങ്ങോട്ട് വന്നാട്ടെ, അവിടെ താമസിക്കും. പക്ഷെ ഇന്ന് വരെ ഞാൻ പല രാജ്യങ്ങളിൽ സന്ദർശിക്കുന്ന ബെഡ് പേസിനകത്ത് താമസിച്ചിട്ടേ ഇല്ല. അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ കേട്ടുകേഴ്വി ഉള്ളതുകൊണ്ട് എനിക്ക് അല്പമായ ഒരു ആശങ്കയും പ്രയാസവും ഒക്കെ തോന്നി. എന്നാൽ തലേ രാത്രിയിലെ അവസാനത്തെ മീറ്റിംഗ് സെൽകുമാറിന്റെ ചർച്ചിനോടുള്ള ബന്ധത്തിലായിരുന്നത് കൊണ്ട് സ്തോത്രം ഞങ്ങളിങ്ങനെ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഇറങ്ങി തിരിച്ച സമയത്ത് ഞാൻ ചോദിച്ചു, ദേവദാസനെ, ഞാൻ ദുബൈക്ക് പോവുക, എല്ലാ പ്രാവശ്യവും താമസിക്കുന്ന വീട്ടിൽ എനിക്ക് ഇന്ന് പറ്റത്തില്ല, അവർ പ്രത്യേക സാഹചര്യം നാട്ടിൽ പോയിരിക്കുക, എന്നാൽ എവിടെ താമസിക്കുമെന്ന് എനിക്കറിയില്ല, ഒരു ക്രമീകരണം എനിക്ക് ഉണ്ടാക്കി തന്നിരുന്നെങ്കിൽ, നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചോ. പറഞ്ഞു, എൻ്റെ ജ്യേഷ്ഠൻ അവിടെ ഉണ്ട്, ഞാൻ ചോദിക്കാം, അദ്ദേഹത്തിന്റെ സാഹചര്യമൊന്നും എനിക്കറിയില്ല, കുടുംബമായി താമസിക്കുന്ന ആ വ്യക്തിയാണ്, എങ്കിലും ചോദിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് വണ്ടി യാത്ര തിരിച്ചു. ഞാൻ താമസിക്കുന്ന വീട്ടിലേക്ക് എന്നെ എത്തുന്നതിന് ഏകദേശം 15 മിനിറ്റ് സമയമുള്ളപ്പോൾ പറഞ്ഞു, സ്തോത്രം, ഈ ദേവദാസനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനൊരു സാഹചര്യമുണ്ട്, കർത്താവദാസൻ അങ്ങോട്ട് വരികയാണ്, അദ്ദേഹത്തെ അക്കോമഡേറ്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രാഥമികമായ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഒരു ബുദ്ധിമുട്ടും ഇല്ല, സന്തോഷമായി അദ്ദേഹത്തോട് ഇങ്ങോട്ട് വരുവാനായി പറഞ്ഞു. അങ്ങനെ 3 ആഴ്ച ആ ദേവദാസന്റെ കുടുംബത്തോട് കൂടെ ഞാൻ ആയിരുന്നുവെങ്കിലും ആ 3 ആഴ്ച എനിക്ക് ഇവിടെ ആരാധനയ്ക്ക് വരാനുള്ള അവസരം ലഭിച്ചില്ല. കാര്യം മറ്റ് മീറ്റിങ്ങുകൾ 1-2 ആരാധനകൾ ആ ദിവസം തോറും എനിക്കുണ്ടായിരുന്നത് കൊണ്ട്
അന്നൊന്നും എനിക്ക് ആരാധനയ്ക്ക് ഇവിടെ പങ്കുചേരാനായി കഴിഞ്ഞില്ലെങ്കിലും ഇങ്ങനെ സ്പെഷ്യൽ ഡേ ദൈവം നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ അഭിഷിക്തന്മാരുമായി ഒരുക്കിയതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യാദൃച്ഛികം എന്ന് തോന്നിയാലും ദൈവത്തിന്റെ പദ്ധതിയിൽ ഒന്നും മാറ്റം വരത്തില്ല. നമ്മുടെ ദൈവത്തിന്റെ പേര് മാറ്റമില്ലാത്ത ദൈവമാണ്. ആമീൻ, സ്തോത്രം. ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമായ ദൈവത്തെയാണ് നാം ഇന്ന് പകൽക്കാലം സേവിക്കുന്നത്. ആ കർത്താവിന്റെ ദാസനോട് കുടുംബത്തോടു കൂടെ ആ 3 ആഴ്ച ആയിരുന്നത് ഒരു വലിയ ഗ്രേറ്റ് പ്രിവിലേജ് ആയി ഞാൻ കാണുകയാണ്. അവൻ എത്ര ജീവിതത്തിന്റെ തിരക്കുണ്ടെങ്കിലും രാത്രിയുടെ യാമങ്ങളിലെല്ലാം കണ്ണിന്റെ പ്രയാസം ഉണ്ടെങ്കിൽ ബൈബിൾ തുറന്നു വെച്ച് മണിക്കൂറുകൾ ഇന്ന് ധ്യാനിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ആത്മീയ ജീവിതത്തിൽ നിന്ന് എന്റെ ജീവിതത്തിലേക്ക് പകർത്തുവാൻ എനിക്ക് ആ ദിവസങ്ങൾ ഇടയായി തീർന്നിട്ടുണ്ട്. പകൽ ദിവസമൊക്കെ ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കും. എന്നാൽ ശേഷമായി മീറ്റിങ്ങുള്ള സമയത്തൊക്കെ പോകും. എന്നാൽ ഇപ്പുറത്തെ മുറിക്കകത്ത് കർത്താവിന്റെ ദാസി മക്കളെ വിട്ട് പ്രിയപ്പെട്ടവൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ മണിക്കൂറുകൾ കണ്ണീരോടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവദാസിയെ എനിക്ക് അവിടെ വെച്ച് പരിചയപ്പെടുവാൻ ഇടയായി. ഈ മരുഭൂ പ്രയാണത്തിൽ ദൈവം ഇങ്ങനെയുള്ള അഭിഷിക്തന്മാരും ഈ ദേശങ്ങളിൽ രാജ്യങ്ങൾ ഉള്ളതോർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ജീവിതത്തിന്റെ തിരക്കുകളുണ്ട്, ശാരീരികമായ ബലഹീനതയുണ്ട്, കണ്ണിന്റെ ബുദ്ധിമുട്ടുകളുണ്ട്, കാഴ്ചക്കുറവുകൾ ഉണ്ടെങ്കിൽ പോലും തപ്പി മലയാളത്തിലുള്ള വേടുകളൊക്കെ വായിച്ചെടുത്ത് ആ വചനം ധ്യാനിച്ച് ഒരു ഞായറാഴ്ചത്തെ ആരാധനയ്ക്ക് വേണ്ടി ഒരാഴ്ച മുമ്പേ തന്നെ പ്രിപ്പയർ ചെയ്ത് ആരാധനയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ 29 വർഷമായി കർത്താവിന്റെ വേല ചെയ്യുന്നു, പല രാജ്യങ്ങളിൽ ശുശ്രൂഷയ്ക്ക് പോകുന്നു. പക്ഷേ എനിക്ക് ഇത്രയും ഒരുക്കം ഉണ്ടായിട്ടില്ല കേട്ടോ, ഉള്ള സത്യമാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ കൂടെ 3 ആഴ്ച താമസിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി എന്റെ ഈ ഒരുക്കം പോരാ. എനിക്ക് എന്നെ തന്നെ ശോധന ചെയ്യുന്നതിനും കുറച്ചും കൂടെ ദൈവസ്ഥാനത്തിൽ സമയങ്ങൾ വേറിട്ടിരുന്ന് പിന്നീട് പ്രാർത്ഥിക്കുന്നതിന് ദൈവം എനിക്ക് അവസരമൊരുക്കിയ 3 ആഴ്ച കാലഘട്ടം എനിക്ക് വളരെ സന്തോഷമായിരുന്നു. ജോയൽ, ജീന അവരുമായിട്ടുള്ള സഹകരണ കൂട്ടായ്മ പങ്കുവെക്കലൊക്കെ എന്റെ ജീവിതത്തിൽ വലിയ സന്തോഷകരമായിരുന്നു. ഇങ്ങനെ സഡനായിട്ട് ഇങ്ങനെ ഒരു ക്രമീകരണം വരുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. ഇത് ദൈവത്തിന്റെ ഗോഡ്സ് പ്ലാൻ. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. മുഖവര പറഞ്ഞധികം ഞാൻ മുമ്പോട്ട് പോകുന്നില്ല. എന്നെ ചിന്തിപ്പിച്ച ഒരു വചനം വേഗത്തിൽ നിങ്ങളുമായി അഭിവാചകം പോലെ പങ്കുവെച്ച് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. അതിന് ആധാരമായി 1 പത്രോസ് ലേഖനം 4-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം. 1 പത്രോസ് 4-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം. 1 Peter chapter 4 verse 12. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടിയെന്ന് വെച്ച് അത് ചെയ്തു പോകുന്നു. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവീൻ. അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പാൻ ഇടവരും. മതി. ദൈവത്തോളം ശക്തിയുള്ളതാണ് ദൈവത്തിന്റെ വചനം. ആദിയിൽ വചനമുണ്ടായിരുന്നു. ആ വചനം ദൈവത്തോട് കൂടെയായിരുന്നു. ആ വചനം ദൈവമായിരുന്നു. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. പാഴും ശൂന്യമായ ഈ ഭൂമിയെ നോക്കിക്കൊണ്ട് ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ സകലത്തെയും ഉളവാക്കിയ ദൈവത്തെയാണ് നാം ഇന്ന് രാവിലെ ആരാധിക്കുന്നത്. ഒന്നുകൂടെ പറഞ്ഞാൽ, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്താൻ കഴിവുള്ളൊരു കർത്താവ് ഇന്ന് രാവിലെ എന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ജീവിതത്തിന്റെ പാഴിശൂന്യമായ മണ്ഡലങ്ങളെ നോക്കി നിരാശപ്പെടാനല്ല, ഇന്ന് രാവിലെ നമ്മുടെ പ്രശ്നത്തെ നോക്കി ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. ആമേൻ. കാരണം എബ്രായ ലേഖനം 4-ാം അധ്യായം 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നത് ഇങ്ങനെയാണ്: അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവരെങ്കിലും കേട്ടവരിൽ ഈ വചനം വിശ്വാസമായി പരിണമിക്കായിക കൊണ്ട് കേട്ട വചനം അവർക്ക് എന്തായി വന്നില്ല? ഉപകാരമായി വന്നില്ല. ഇന്ന് 2 മണിക്കൂറോ 2.5-യോ 3 മണിക്കൂർ ഞാൻ പ്രസംഗിച്ചാലും ഈ കേൾക്കുന്ന വചനം നമ്മുടെ ഉള്ളിൽ വിശ്വാസമായി പരിണമിക്കുന്നില്ല എങ്കിൽ ഈ കേൾവി കൊണ്ട് യാതൊരു ഉപകാരവുമില്ല എന്ന് ഇന്ന് രാവിലെ മനസ്സിലാക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്.
ഹല്ലേലൂയ. ദൈവത്തോളം ശക്തിയുള്ളത് ദൈവത്തിന്റെ വചനം മാത്രമാണ്. അതുകൊണ്ടാണ് എബ്രായർ 4:12 നാം ഇങ്ങനെ വായിക്കുന്നു, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതും അത് ഇരുവായി തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും അത് പ്രാണനെയും ആത്മാവിനെയും സന്ധിമച്ചകളെയും വേർപിടിപ്പിക്കും വരെ തുളച്ചു ചെല്ലുന്നതും അത് മനുഷ്യന്റെ ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. അവനും മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാവിലെ നമ്മുടെ ജീവിതത്തിൽ ചിലത് മറഞ്ഞിരിക്കുകയാണ്. അമ്മേ, സദൃശവാക്യത്തിൽ നിന്ന് വായിക്കുന്നു, മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ യഹോവയ്ക്കുള്ളതാണ്. ഇന്ന് രാവിലെ നമ്മുടെ ജീവിതത്തിൽ ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഒരുപാട് വിഷയത്തിന്റെ നടുവിലായിരിക്കാം നാം ഇന്ന് പകൽ ഈ ആരാധനയിൽ പങ്കുചേരുന്നത്. എന്നാൽ ചോദ്യചിഹ്നങ്ങളെ ആശ്ചര്യചിഹ്നമാക്കാൻ കഴിവുള്ള ഒരുവനാണ് എന്റെ വലങ്കരത്തിൽ പിടിച്ചിരിക്കുന്നതെന്ന് ഇന്ന് രാവിലെ ഉത്തമ ബോധ്യമുള്ള ദൈവമക്കൾക്കായി എന്റെ ദൈവത്തിന് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. അതുകൊണ്ട് ഈ വായിച്ച വേദവാക്യവുമായി ബന്ധപ്പെടുത്തി സ്ലീഹൻ പത്രോസ് നമ്മോട് പറയുകയാണ്, ഒരുപാട് പരീക്ഷകളെ നേരിട്ട ഒരു വ്യക്തിപ്രഭാവമായിരുന്നു ആര്? ഈ പത്രോസ് മുക്കുവനായിരിക്കുന്ന സമയത്താണ് ദൈവം തന്നെ മഹത്വമുള്ള വേലയ്ക്കായി മനുഷ്യനെ പിടിക്കുന്നവനാക്കുവാനായി ദൈവം തന്നെ നിയോഗിച്ച് പുറത്തു കൊണ്ടുവരുന്നത്. ഒരിക്കൽ ഫിലിപ്പിന്റെ കൈസയിൽ വെച്ച് ശിഷ്യന്മാരോടായി യേശു ചോദിച്ചു, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു. നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ ചിലർ പറഞ്ഞു നീ ഏലിയാവാണ്, മറ്റൊരാൾ പറഞ്ഞു നീ യോഹന്നാ സ്നാപകനാണ്, മറ്റൊരാൾ പറഞ്ഞു നീ ഇരമ്യാവാണ്. ഇങ്ങനെ പല പല കമന്റുകൾ ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കുമ്പോൾ പത്രോസിന്റെ നേരെ തിരിഞ്ഞെന്റെ യേശു ചോദിച്ചു, നീ എന്നെ ആരെന്ന് പറയുന്നു? അല്പം ശാന്തമായി നിന്നിട്ട് പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. അപ്പോൾ കർത്താവ് പറയുകയാണ്, ബെറിയോനായ ശീമോനെ നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തി തന്നത് സ്വർഗ്ഗസ്ഥനായ എന്റെ പിതാവാണ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ പാളിച്ചകൾ വന്നാലും പരാജയങ്ങൾ വന്നാലും വീഴ്ച വന്നാലും യഥാർത്ഥ ദൈവിക വെളിപ്പാട് കിട്ടിയവൻ തകർന്നു പോകത്തില്ല. മനസ്സിലായവരുണ്ട് ദൈവത്തെ സ്തുതിച്ചാണ്. അവൻ ജീവിതത്തിൽ വീഴ്ചകൾ വന്നേക്കാം, പരാജയങ്ങൾ വന്നേക്കാം, തകർച്ചകൾ വന്നേക്കാം, ഒറ്റപ്പെടുതലുകൾ വന്നേക്കാം, മാറ്റി നിർത്തൽ വന്നേക്കാം. പക്ഷേ യഥാർത്ഥ ദൈവിക വെളിപ്പാട് പ്രാപിച്ചിറങ്ങിയ ദൈവമൈതലേ, നീ തകർന്നു പോകാൻ എന്റെ ദൈവം നിന്നെ അനുവദിക്കത്തില്ലെന്ന് ഇന്ന് രാവിലെ ഉത്തമ ബോധ്യം അകത്തു പ്രാപിച്ച വിശുദ്ധർക്കായി എന്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുകയോ. പത്രോസിന്റെ മീൻപിടുത്തത്തെ കുറിച്ച് ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം നമുക്ക് നന്നായിട്ട് അറിയാം. രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാത്ത പടകും വലയുമായി നിരാശയോടെ ഭവനത്തിലേക്ക് മടങ്ങുന്ന സാഹചര്യങ്ങളെ കുറിച്ച് ആശങ്കപ്പെട്ട് നിരാശപ്പെട്ടു മനസ്സ് കലയുമിരിക്കുന്ന വേളയിലാണ് പത്രോസിനെ യേശു സന്ധിക്കുന്നത്. ആ പ്രത്യേക സാഹചര്യത്തിന്റെ നടുവിൽ സ്തോത്രം വാക്കുകൊണ്ട്, കർത്താവേ, രാത്രി മുഴുവനും ഞാൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ ഇറക്കാം എന്ന് പറഞ്ഞാൽ പത്രോസിന് മനസ്സിലായി എന്റെ പടകിനകത്ത് കേറിയവൻ ആരാണെന്നുള്ള ഉത്തമ ബോധ്യവനുണ്ടായി. എന്ന് പറഞ്ഞ സാധാരണ ഒരു വ്യക്തിയല്ല എന്റെ പടകിനകത്ത് കയറിയത്. കഴിഞ്ഞ രാത്രിയിൽ എന്റെ ശൂന്യതകളും എന്റെ വേദനകളും എന്റെ സങ്കടങ്ങളും നന്നായി അടുത്തറിഞ്ഞവനാണ് ഈ പ്രഭാതത്തിൽ എന്റെ അടുക്കലേക്ക് ഇറങ്ങി വന്നതെന്ന് നന്നായി തിരിച്ചറിഞ്ഞ ആ യേശുവിന്റെ സാന്നിധ്യത്തെ അവൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവന്റെ വാക്കിന് വലയിറക്കാൻ പത്രോസ് തയ്യാറായപ്പോൾ അവന്റെ ശൂന്യതകൾ മാറി. ഹല്ലേലൂയ. ഒരു ദൂതി ഞാൻ പറയാ, ഇന്നിന്റെ ശൂന്യതയെ നാളത്തെ നിറവാക്കി മാറ്റേണ്ട ദൈവം വിശ്വസ്തനാണ്. ഇന്നിന്റെ താഴ്ചയെ നാളത്തെ ഉയർച്ചയാക്കി മാറ്റേണ്ട ദൈവം മതിയായവനാണ്. ഇന്നിന്റെ തകർച്ചകളെ നാളത്തെ ഉയർച്ചയാക്കി മാറ്റാൻ ദൈവം മതിയായവനാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്നുകളെ അല്ല ദൈവം അറിയുന്നത്, നമ്മുടെ നാളകളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. അല്ല, നമ്മുടെ ഇന്നലകളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം എന്റെ കൂടെയുണ്ട് നിന്ന് പകൽ ബോധ്യമുള്ള എത്ര പേരുണ്ട്? കരങ്ങളെ ഒന്ന് തട്ടി ദൈവത്തെ സ്തുതിച്ചാട്ടെ. എന്റെ ഇന്നലകളെ അറിയുന്ന, എന്റെ ഇന്നുകളെ അറിയുന്ന, എന്റെ നാളകളെ അറിയുന്ന ഒരു ദൈവം എന്റെ കൂടെയുണ്ട്. എന്റെ പക്ഷത്തുണ്ട്, ഞാൻ മേടിക്കയില്ലെന്ന് ഇന്ത്യയിലെ സങ്കീർത്തനക്കാരോട് ചേർന്ന് പറയുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അതുകൊണ്ട് വചനം പറയുന്നു, ഈ ദൈവം നമ്മളെ ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ വന്ന പരീക്ഷകളൊന്നും എന്തിനല്ല ജസ്റ്റിൻ ബ്രദർഷേ, ഇതിനല്ല, ദോഷത്തിന് വേണ്ടിയല്ല. പ്രവാചകന്റെ പുസ്തകം 29:11 നാം ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാത്തക്കവണ്ണം ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല,
നന്മയ്ക്ക് അത്രയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ വാക്കാണ്. നിങ്ങൾ എൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തുവാനിടയാക്കും. ചില വിഷയങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ, ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാൻ, ഒന്ന് യഥാസ്ഥാനപ്പെടുവാൻ, ഒന്നുകൂടെ നമ്മെ തന്നെ നുടയ്ക്കുവാൻ, ഒന്നുകൂടെ ദൈവത്തിൽ നെടുമ്പാട് വീഴുവാൻ ദൈവം നമുക്ക് ഒരുക്കുന്ന സാഹചര്യങ്ങളാണെന്ന് ഇന്ന് രാവിലെ മനസ്സിലാക്കിയുള്ള എത്ര പേരുണ്ട്? കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ഒരിക്കൽ പത്രോസ് ലേഖനം 5:7 താൻ ഇങ്ങനെ എഴുതി, ലൂക്കോസിന്റെ 5-ാം അധ്യായത്തിലെ ആ കടൽക്കരയിലെ മത്സ്യബന്ധനവുമായി ബന്ധപ്പെടുത്തി ജീവിതത്തിൽ ദൈവത്തിന്റെ ആ കരുതൽ വെളിപ്പെട്ട ആ അനുഭവിച്ചറിഞ്ഞ ഭക്തൻ പറയുകയാണ്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവന്റെ മേലിട്ടുകൊള്ളുവിൻ. പറയാറുണ്ട്, എനിക്കൊരു പ്രശ്നവും ഇല്ലെന്നൊരാൾ പറഞ്ഞാൽ അദ്ദേഹത്തിന് ഏറ്റവും വലിയ പ്രശ്നം. ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ ഇല്ല. നമ്മുടെ നാട്ടിൽ പറയും, ആനയ്ക്ക് തടിഭാരം ഉറുമ്പിന് അരിഭാരം. എല്ലാവർക്കും അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. അതിന്റെ നടുവിൽ ഒന്ന് ചിരിക്കാൻ, ഒന്ന് റിലാക്സ് ചെയ്യാൻ, ഒന്ന് സന്തോഷിക്കാൻ, ഇവിടെ മസിൽ പിടിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഹല്ലേലൂയ. നാളെ ജീവനോടെ ഇരുന്ന് ഇന്ന കാര്യങ്ങൾ ചെയ്യുമെന്നോ ഇന്ന പട്ടണത്തിൽ പോയി ബിസിനസ് ഉണ്ടാക്കി ലാഭം നേടി വരുമെന്ന് പറയാനുള്ള ഗ്യാരണ്ടി ഇവിടെ ഒറ്റ വ്യക്തിക്കില്ല. ഞാൻ ഇട്ട വസ്ത്രത്തിന് ഈ കമ്പനിക്കാരന് ചിലപ്പോൾ 1 വർഷം 2 വർഷത്തെ ഗ്യാരണ്ടി തന്നേക്കാം, പക്ഷെ ഇട്ട എനിക്കൊരു ഗ്യാരണ്ടി ഇല്ല. പക്ഷെ ഇന്ന് കിട്ടിയ നിമിഷം ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിഞ്ഞാൽ, ഇന്ന് ലഭിച്ച സമയം ദൈവത്തിന് ആരാധന കൊടുക്കാൻ കഴിഞ്ഞാൽ, ഇന്ന് ദൈവം തരുന്ന ഓരോ സമയവും ദൈവസന്നിധിയിൽ അത് വേണ്ടതുപോലെ ചിലവഴിക്കാൻ നമ്മൾ അവസരം ഒരുക്കിയെടുത്താൽ, ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയാം, അല്പത്തിൽ വിശ്വസ്തനെ ദൈവം അധികത്തിന്മേൽ വിചാരകനാകുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് അസ്ലികൻ പത്രോസ് പറയുകയാണ്, പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന സ്തോത്രം പരീക്ഷ. പ്രത്യേകിച്ച് ഈ പരീക്ഷയാകുമ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ടെൻഷൻ. പരീക്ഷപ്പനി ഉണ്ടാകും, പരീക്ഷ തലവേദന ഉണ്ടാകും, പരീക്ഷയാകുമ്പോൾ വയറ്റുവേദന ഉണ്ടാകും. അല്ലേ? എനിക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കൊണ്ടുപോകാൻ അറിയത്തില്ല. പരീക്ഷയുടെ ആ സമയം ഭയങ്കര ലൂസ് മോഷന്, വയറ്റുവേദന, തലഹെഡേക്ക്, ഇങ്ങനെ പല അസ്വസ്ഥത ഉണ്ടാകും. പരീക്ഷയെ പേടിച്ചിട്ടാ. പിന്നെ എന്തിനാ പരീക്ഷ എന്ന് ചോദിച്ചാൽ, പരീക്ഷ പ്രമോഷന് വേണ്ടിയാ. ജീവിതത്തിൽ പ്രമോഷൻ ആഗ്രഹിച്ചിട്ടുള്ള എല്ലാ ആളുകൾക്കും കുടുംബാസം എന്തുണ്ട്? പരീക്ഷയുണ്ട്, ജോലിയുണ്ട്, മക്കളുണ്ട്, ഭാര്യയുണ്ട്. 10-50 വയസ്സായിരുന്നു അതിന് കാര്യമൊന്നുമില്ല, ഇപ്പോഴും പരീക്ഷയില്ല. ഹല്ലേലൂയ. എന്തിനേറെ പറയുന്നു, അബ്രഹാമിനെ പോലും ദൈവം വെറുതെ വിട്ടോ? 75-ാമത്തെ വയസ്സിൽ അബ്രഹാമിനെ പോലും ദൈവം എന്ത് ചെയ്തു? പരീക്ഷിച്ചു. അബ്രഹാമിനെ പരീക്ഷിച്ചത് 75 തുടങ്ങി പരീക്ഷ 99 വരെ പരീക്ഷ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? തുറന്നുകൊണ്ടേയിരുന്നു. 99-ാമത്തെ വയസ്സിൽ അബ്രഹാമിന്റെ അടുക്കൽ വന്നിട്ട് തമ്പുരാൻ പറയുകയാണ്, അബ്രഹാമേ നിനക്ക് തന്നെ ആ മകനുണ്ട്. 9-ാമത്തെ വയസ്സിലാ. അബ്രഹാമേ നിനക്ക് തന്നെ ആ മകനുണ്ട്, ഏകജാതൻ. നീ ഒത്തിരി നാൾ കൊതിച്ച് കരഞ്ഞൊക്കെ പ്രാർത്ഥിച്ചില്ലയോ ഈ ഒരു മകന് വേണ്ടി? ആ മകനെ കൊണ്ടുപോയി ആ മോറിയ മലയിൽ കൊണ്ടുപോയി എന്ത് കഴിക്കണം? യാഗം കഴിക്കണം. എത്ര ദിവസത്തെ വഴിദൂരമാ? 3 ദിവസത്തെ വഴിദൂരം. ഇവിടെ വീടിന്റെ മുറ്റത്ത് ആരാധനാ ഹോളെന്ന് പറഞ്ഞാൽ പോലും ആരാധനയ്ക്ക് പോകാൻ എന്തില്ല? മനസ്സില്ലാത്ത സമൂഹത്തിന്റെ നടുവിൽ അന്നത്തെ കാലത്ത് 3 ദിവസത്തെ വഴി. ഉൽപ്പത്തി 22:1 ഞാൻ പറഞ്ഞു വരുന്നത്. 3 ദിവസം വഴിദൂരമൊക്കെ ആരാധനയ്ക്ക് പോകണം. ജസ്റ്റിൻ പാസ്റ്ററെ പറഞ്ഞാൽ ഇന്നാണെ പോവോ? പോകുന്നവരൊക്കെ പൊക്കോ, വണ്ടിയുള്ളവരും വാഹനമുള്ളവരും ഒക്കെ പൊക്കോ. ഇപ്പൊ എനിക്ക് പറ്റുന്ന സാഹചര്യം അല്ല. എനിക്ക് സമയം വരും, ഞങ്ങൾക്കൊരു വണ്ടി, എന്റെയും കുറിഞ്ഞു പൂക്കും, എനിക്കൊരു വണ്ടി കിട്ടുന്ന കാലത്ത് ഞാൻ എന്ത് ചെയ്യും എന്ന് പറയുന്ന ഒരു സീസണിലാണ് വന്നിരിക്കുന്നത്. പക്ഷേ സ്തോത്രം, വണ്ടി ഇല്ലെങ്കിലും വാഹനം ഇല്ലെങ്കിലും സംവിധാനം ഒന്നും ഇല്ലെങ്കിലും എനിക്ക് ആരാധനയ്ക്ക് പോകണ ആവേശം അകത്തുണ്ടായാൽ, അന്തരാത്മാവിൽ കത്തുന്നൊരു അനുഭവം ഉണ്ടെങ്കിൽ, അവൻ ആരാധനയുടെ സാഹചര്യം ദൂരമല്ല നോക്കുന്നത്. ആ ആരാധന യോഗ്യനായ കർത്താവിനെ എനിക്ക് ആരാധിക്കണമെന്ന് ഒരു ആഗ്രഹം അകത്ത് കയറിയാൽ, ഇന്ന് രാവിലെ തിരിച്ചു പറയുന്നു, അവന് ഐശ്വര്യമായി അനുഗ്രഹിക്കുകയുമാണ്. ഒരുവനെ ദൈവം അനുഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവനോട് കുശുമ്പ് കുത്തിയിട്ടൊന്നും കാര്യമില്ല. അവനും തമ്മിലുള്ള ദൈവവുമാണ് ബന്ധമാണ്.
ഹല്ലേലൂയ. അതിന്റെ 13-ാം വാക്യം ഒന്ന് വായിക്കും. 22-ന്റെ 13 വായിക്കുമോ? ഉൽപ്പത്തി 22:13. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ പിമ്പുറത്തൊരു ആട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു. അബ്രഹാം ചെന്ന് ആട്ടുകൊറ്റനെ പിടിച്ച് തന്റെ മകന് പകരം ഹോമയാഗം കഴിച്ചു. അബ്രഹാം ആ സ്ഥലത്തിന് യഹോവയിരേ എന്ന് പേരിട്ടു. കണ്ടോ, അബ്രഹാം ആ സ്ഥലത്തിന് എന്ത് പേരിട്ടു? യഹോവയിരേ. പരീക്ഷയുണ്ടോ? യഹോവയിരേ വെളിപ്പെട്ടു വരും. അല്ലെ, യഹോവയിരേ എന്ന വാക്കിന്റെ അർത്ഥം യഹോവ എനിക്ക് വേണ്ടി കരുതുന്ന ദൈവം. ഇന്ന് രാവിലെ എത്ര പേർക്ക് ഉറപ്പുണ്ട്? എന്റെ ദൈവം എനിക്ക് വേണ്ടി കരുതുന്ന ദൈവം. ഈ ദിവസങ്ങൾ, ഈ ആഴ്ചകൾ, ഈ മാസങ്ങളിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മേൽ എന്റെ ദൈവം കരുതുന്ന ദൈവമായി എനിക്ക് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി, എന്റെ തലമുറയ്ക്ക് വേണ്ടി വെളിപ്പെട്ടു വരുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നീ അതിന്റെ 16-ാമത്തെ വാക്യം 22:16. നീ നീ ഈ കാര്യം ചെയ്ത്. ഏത് കാര്യമാ? നിന്റെ ഏകജാതനായ പുത്രനെ മകനെ തരുവാൻ മടിക്കായി. അപ്പൊ എന്ത് വരരുത്? ആരാധനയ്ക്ക് പോകാൻ മടി, ബൈബിൾ വായിക്കാൻ മടി, പ്രാർത്ഥിക്കാൻ മടി, ആത്മീയ കാര്യങ്ങളെല്ലാം ഇപ്പൊ എന്തായി? നമ്മുടെ കാര്യം അല്ലെന്നേ, ഉഴവൂര കാര്യം പറഞ്ഞതാ. ഇന്ന് വന്ന് മടിയിൽ പണിക്ക് കൃത്യസമയത്ത് പോകും കേട്ടോ, സ്കൂളിൽ കൃത്യസമയത്ത് പോകും കേട്ടോ. മറ്റേത് ഭൗതികമായ കാര്യങ്ങൾക്ക് നമുക്ക് പോകാൻ നമ്മുടെ പഞ്ച്വാലിറ്റി നമ്മൾ ക്ലിയറാണ്, ടൈം പഞ്ച്വാലിറ്റി. പക്ഷേ ഇച്ചിരി ഉഴപ്പ് കാണിക്കുന്ന ഒരു മേഖലയുണ്ട്, ഏതേ ഉള്ളൂ. ഹലോ, എന്റെ കൂടെ വന്നേ നിങ്ങൾ. എന്റെ നിങ്ങളെല്ലാം ഒരുമിച്ചുള്ള കാര്യം പറയുന്നത്. നമ്മുടെ ജാതകം വിവരിക്കുക. ഞാൻ പറഞ്ഞത് ഇവിടെ വായിക്കുന്നു, തന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായതുകൊണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ അബ്രഹാം ഒറ്റയ്ക്ക് ഉള്ളെങ്കിലും യാഗപീഠം പണിത ദൈവത്തെ ആരാധിക്കുക. ബെർശേബയിലെ, പിന്നെ മെസൊപ്പൊത്താമിയയിലെ, ഹാരാനിലെ, ലൂസിലെ, എവിടെയെല്ലാം പോകുന്നോ, താൻ എവിടെ ചെന്നോ അവിടെ യാഗപീഠം പണിയും. എന്നിട്ട് ദൈവത്തെ ആരാധിക്കും. എൻ്റെ കൂടെ 10 പേരുണ്ട് വേണം, ഒരു വർഷിപ്പ് ലീഡർ വേണം, കൊയർ വേണം, വേണ്ടിയിരിക്കണം. ഒന്നും ആർക്ക് വേണ്ട? എൻ്റെ കൂടെ നിന്ന് വന്നേ നിങ്ങൾ. ആർക്ക് വേണ്ട? അബ്രഹാമിന് മുമ്പിൽ ദൈവമുണ്ട്. ഇന്നു പകൽ ദൈവത്തെ മുഖാമുഖമായി കണ്ട് ആരാധിക്കുന്നവൻ ഇതിന്റെ ഒന്നും സംവിധാനങ്ങൾ ഇല്ലെങ്കിലും ആരാധിക്കും. ഇതുള്ളത് നല്ലതാ, ഇത് വേണ്ടെന്നല്ല. പക്ഷേ ഏത് സാഹചര്യത്തിലും ദൈവത്തെ എനിക്ക് ആരാധിക്കണമെന്ന് അന്തരാത്മാവിൽ കത്തിലുള്ള ദൈവഭക്തന്മാർക്കായി ദൈവത്തെ ഞാൻ സ്തുതിക്കുകയാണ്. നോക്കിക്കേ, തന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായിക കൊണ്ട്. അടുത്ത വാക്യം, മടിക്കായിക കൊണ്ട് എങ്ങനെ അനുഗ്രഹിക്കും? ഒന്ന് ഉറക്കെ പറഞ്ഞ ആ വാക്യം. ഐശ്വര്യമായി അനുഗ്രഹിക്കുക. അപ്പൊ ഒരു വ്യക്തി ഐശ്വര്യമായി അനുഗ്രഹിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അതിന്റെ പിറകിൽ പരീക്ഷകളുണ്ട്, അതിന്റെ പിറകിൽ ചില പരിശോധനകളുണ്ട്. അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടു എന്നൊക്കെ നാം പറയുമ്പോൾ അതിന്റെ പിമ്പിൽ ദൈവത്തിലുള്ള ഒബീഡിയൻസ്, ദൈവത്തിലുള്ള അനുസരണം. അപ്പം ദൈവത്തെ അനുസരിക്കുന്നവനായി മാറിയപ്പോൾ തന്റെ മകനായി ഇസഹാക്ക് മാറി അനുസരിച്ചു, അപ്പനെ അനുഗ്രഹിച്ചു. അപ്പൊ നമ്മൾ ദൈവത്തെ അനുസരിക്കുന്നവരായി മാറിയാൽ നമ്മുടെ തലമുറകളെ കൂടെ ദൈവത്തെ അനുസരിക്കും, മാതാപിതാക്കളെ അനുസരിക്കുന്നവരാക്കി മാറ്റാൻ ദൈവ കഴിവുള്ളവനാണ്. ഇനി അഥവാ ഇച്ചിരി പിന്തിരിഞ്ഞു പോയാൽ പോലും അതിനെ മടക്കി യഥാസ്ഥാനപ്പെടുത്തി രൂപപ്പെടുത്തി നമ്മുടെ കരങ്ങൾ ഏൽപ്പിച്ചു തരുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഈ രാവിലെ ബോധ്യമുള്ള എത്ര പേരുണ്ട്? ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യാക്കോബ് 1:12 പറയുന്നു, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ആരാ? അടുത്ത പദം പറയുന്നു, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം. എന്ന് പറഞ്ഞാൽ ഈ പരീക്ഷ എന്തിനാ ചോദിച്ചാൽ നിന്നെ കൊള്ളുകയെന്ന് പറഞ്ഞ് മാറ്റിയിടുവേ, നിന്നെ മാറ്റി നിർത്തുന്ന, ഒറ്റപ്പെടുത്തുന്ന, അവഹേളിക്കുന്ന ചില മണ്ഡലങ്ങൾ. ഉദാഹരണം, ജോസഫിന്റെ ജീവിതത്തിൽ അവൻ സ്വപ്നക്കാരൻ എന്നും പറഞ്ഞ്, പ്രാർത്ഥനക്കാരൻ എന്നും പറഞ്ഞ് അവന്റെ സഹോദരങ്ങളെല്ലാം ജോസഫിനെ എന്ത് ചെയ്തു? ഹലോ, എന്ത് ചെയ്തു? ഒറ്റപ്പെടുത്തി. ആ ഒറ്റപ്പെടുത്തലിന്റെ നടുവിലും ദൈവിക ദർശനത്തെ മുറുകെ പിടിച്ചു നിൽക്കുവാൻ ജോസഫ്
തയ്യാറായപ്പോൾ ദൈവം അവന് കൊടുത്ത ഡെസ്റ്റിനിയിൽ ദൈവം കൊണ്ടുപോയി എത്തിച്ചു. ഇന്ന് രാവിലെ ആരോടോ ദൈവാത്മാവിനെ പ്രവചന ദൂത് പോലെ വിളിച്ചു പറയുന്നു, മറ്റാർക്കുമില്ലാത്ത പരിശോധന, മറ്റാർക്കുമില്ലാത്ത വേദന, മറ്റാർക്കുമില്ലാത്ത പോരാട്ടത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഓർത്തോ, മറ്റാർക്കുമില്ലാത്ത വാഗ്ദത്തത്തിന്റെ മേലുണ്ട്. മറ്റാർക്കുമില്ലാത്ത വാഗ്ദത്തത്തിലേക്കാണ് ദൈവാത്മാവിനെ ഈ ദിവസം ഓടിച്ചു കയറ്റാൻ പോകുന്നതെന്ന് ആത്മാവിന് ദൂത് പറഞ്ഞാൽ അതിനോട് പ്രതികരിക്കാൻ കൃപ ലഭിച്ച ദൈവമക്കൾക്കായി എന്റെ ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുകയാണ്. അതിന്റെ അർത്ഥം ദർശനം ഉണ്ടോ, പ്രതികൂലമുണ്ട്. അതുകൊണ്ട് ഹബക്കൂക്ക് 2:2 നാം ഇങ്ങനെ വായിക്കുന്നു, ദർശനത്തിന് എന്ത് വെച്ചിരിക്കുന്നു, ഒരു അവധി വെച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് എന്ത് ചെയ്യുന്നു, ബന്ധപ്പെടുകയാണ്. അതിന് സമയം തെറ്റുകയില്ല, അത് വരും നിശ്ചയം താമസിക്കുകയുമില്ല. എന്ന് പറഞ്ഞാൽ അല്പം വൈകിയെന്നൊക്കെ തോന്നിയേക്കാം. അബ്രഹാമിന്റെ ജീവിതം എടുത്ത് പരിശോധിച്ചാൽ ആ വാഗ്ദത്തത്തിന് വേണ്ടി 25 വർഷം കാത്തിരിക്കേണ്ടി വന്നു. ജോസഫിന്റെ ജീവിതത്തിൽ ദൈവങ്ങളുടെ ദർശനത്തിന്റെ നിവൃത്തി ഉണ്ടാകുവാൻ ഏകദേശം 13 വർഷം കാത്തിരിക്കേണ്ടി വന്നു. അങ്ങനെയാണെങ്കിൽ ദാവീദിന്റെ മേൽ വെളിപ്പെട്ട രാജകീയ അഭിഷേകം രാജ്യസ്ഥാനത്തെത്തുവാൻ നീണ്ട 25 വർഷം കാത്തിരിക്കേണ്ടി വന്നെങ്കിൽ കാത്തിരിപ്പ് വൃഥാവല്ല. നിന്നെ എത്തിക്കുമെന്ന് പറഞ്ഞ സ്ഥലത്ത്, നിന്നെ നിർത്തുമെന്ന് പറഞ്ഞ സ്ഥാനത്ത്, നിന്നെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ സ്ഥാനത്ത് ലക്ഷ്യം തെറ്റാതെ നിന്നെ കൊണ്ടെത്തിക്കുന്ന ഒരു ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന് ഈ രാവിലെ ഉറപ്പ് പ്രാപിച്ച ദൈവ മക്കൾക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവ സാഹചര്യങ്ങളെ നോക്കി ദൂത് പറയത്തില്ല, രണ്ടുപേരുടെ കയ്യടി കിട്ടാൻ വേണ്ടി ദൂത് പറയത്തില്ല. പക്ഷെ ഒരു ദൂത് പറയാം, നീ നിൽക്കുന്നത് മരുഭൂമിയാണെങ്കിലും ഒരു തുള്ളി വെള്ളം പോലെ കിട്ടാത്ത സ്ഥലമാണെങ്കിലും ദൈവാത്മാവിന്റെ ആലോചനയ്ക്ക് വിധേയപ്പെട്ട് നീ കുഴികൾ വെട്ടുവാൻ തയ്യാറാണെങ്കിൽ ഇന്ന് മുതൽ കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല. ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയ്ക്കുന്ന ഒരു ദൈവ സാന്നിധ്യം നിന്റെ ചുറ്റും അതിൽ വെളിപ്പെടുത്തുവാൻ നിന്നെ വിളിച്ചിറക്കിയ ദൈവം മതിയായ ദൈവം തന്നെയാണല്ലോ. ഈ രാവിലെ വിശ്വസിക്കാൻ കൃപ ലഭിച്ചവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ വചനമാകട്ടെ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളാകട്ടെ, അത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയേ ചലിക്കത്തുള്ളൂ. വിശ്വാസി ആയതുകൊണ്ട് ചലിക്കില്ല. അത് വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം. വിശ്വസിക്കുന്നവനൊന്നും അസാധ്യമാകില്ല. അങ്ങനെയാണ് ഇന്നു പകൽ വിശ്വാസി ആയതുകൊണ്ട് കിട്ടണമെന്നില്ല. ഇന്നു പകൽ എബ്രായർ ലേഖനം 11:1 നാം ഇങ്ങനെ വായിക്കുന്നു, വിശ്വാസം എന്നതോ ആശിക്കുന്നത് ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. സ്തോത്രം. ഒറ്റ കാരണം പറയും, ഇന്നലെ രാത്രി ഞാൻ ഇന്നലെ വൈകിട്ട് കയറി പോകണം, ഇന്നത്തെ ആരാധന അവിടെ ആയിരിക്കണം, പല കാര്യങ്ങൾ സെക്ഷനിലെ ചുമതലയെ കൂടി ഇപ്പൊ കിട്ടിയത് കൊണ്ട് ഇന്ന് ഉച്ച കഴിഞ്ഞ് അവിടെ സെക്ഷൻ കമ്മിറ്റി വിളിച്ചു കൂട്ടാം എന്നൊക്കെ എല്ലാം പ്രോഗ്രാം ചെയ്തു. അത് വെള്ള ഷർട്ട് പോലും എടുത്തോണ്ട് വന്നില്ല. പക്ഷെ രാവിലെ ഇന്നലെ വൈകിട്ടായപ്പോ എനിക്ക് എന്തും ദൈവം തന്നു. നിങ്ങൾ പറ, അസൂയുണ്ടോ? കാരണം എനിക്ക് ഇന്നിവിടെ ആരാധന കൂടണമെന്നും എന്നെ കൂടിക്കണമെന്നും ഈ ദൂത് ഇവിടെ പറയണമെന്ന് ഞാൻ പ്ലാൻ ചെയ്തതല്ല. കാര്യം ഞാൻ ഈ പാസ്വേഡ് ബൈബിൾ എടുത്തോണ്ട് നിൽക്കുന്നത്, എന്റെ ചെറിയ ബൈബിളെ കൊണ്ടുവന്നേ. കാര്യം പ്രസംഗക്കുറിപ്പ് ഒന്നും വെച്ചോണ്ടോ നിൽക്കുന്നു. പക്ഷേ ഇന്നിവിടെ എന്തു പറയണമെന്ന് ദൈവത്തിനറിയാം. എന്തേലും പറയാൻ വേണ്ടി നിന്നയാളല്ല. പക്ഷെ ഇന്നലെ പകലും ഇന്ന് രാത്രിയിലും ഇന്ന് രാവിലെ ദൈവസ്ഥൽ ദൈവം എന്നോട് സംസാരിച്ച വചനം നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുക. അതിന്റെ അർത്ഥം ഒരു ദൂത് ഞാൻ പറഞ്ഞ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. മറ്റാർക്കുമില്ലാത്ത പരിശോധന, മറ്റാർക്കുമില്ലാത്ത തീച്ചൂള, മറ്റാർക്കുമില്ലാത്ത വേദനകൾ, മറ്റാർക്കുമില്ലാത്ത ഒറ്റപ്പെടുത്തലുകൾ, മറ്റാരുമില്ലാത്ത തള്ളപ്പെടുന്ന അനുഭവങ്ങൾ, മാറ്റി നിർത്തുന്ന അനുഭവം ഉണ്ടെങ്കിൽ ഇന്ന് രാവിലെ നീ ഏറ്റെടുത്തു. മറ്റാർക്കുമില്ലാത്ത വാഗ്ദത്തം നിന്റെ മേലുണ്ട്. മറ്റാർക്കും കൊടുക്കാത്തൊരു വാഗ്ദത്തം നിന്റെ മേൽ വെളിപ്പെടാൻ സമയമായി. ഈ 2024 7-ാം മാസം, ഹല്ലേലൂയ, ഈ 7-ാം തീയതി ദൈവാത്മാവ് ഞാൻ പ്രവചിച്ചു പറയുകയാണ്. ഈ ആണ്ടുകൾ കഴിയും മുന്നമേ ജീവിപ്പിക്കുന്ന, ആണ്ടുകൾ കഴിയും മുന്നമേ വെളിപ്പെടുത്തുന്ന വല്ലഭന്റെ ശക്തി, വല്ലഭന്റെ കരുതൽ, വല്ലഭന്റെ മഹത്വം നിന്റെ കുടുംബത്തിൽ, നിന്റെ തലമുറയിൽ, നിന്റെ വിഷയത്തിന്മേൽ വെളിപ്പെടുത്തുവാൻ എന്റെ ദൈവം വിശ്വസ്തനായ ദൈവം തന്നെയാണെന്ന് ഇന്ന് രാവിലെ ബോധ്യമുള്ള എത്ര പേരുണ്ട്? അതിനെ തുറന്ന കരമുയൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ടെ. ശമനാരകൽ കരാധന ശാന്തരീയ വൈഡൽ കമാനഘടകത്തിൽ കർത്താവേ ഞങ്ങൾ കേട്ടല്ലോ. കർത്താവേ, പ്രിയമുള്ളവരെ, പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന ഈ അഗ്നിശോധന ഒരു ശോധനയല്ല, അഗ്നിശോധന. എബ്രായ ബാലന്മാരുടെ ജീവിതത്തിൽ വെളിപ്പെട്ടത് അഗ്നിശോധനയായിരുന്നു.
യോഹന്നാന്റെ ജീവിതത്തിൽ പത്മോസിലേക്ക് എറിയപ്പെട്ട അനുഭവം അഗ്നിശോധനയായിരുന്നു. ജോസഫിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട പ്രതിസന്ധികൾ അഗ്നിശോധനകളായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നെഹമ്യാവിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട പരിശോധനകൾ അഗ്നിശോധനകളായിരുന്നു. അഗ്നിശോധനയിലൊന്നും അവര് അടിപതറാതെ പിടിച്ചുന്നത് ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസമായിരുന്നു. ഇന്ന് രാവിലെ ദൈവസഭ പറയാൻ കഴിയുമോ, കർത്താവേ, പലപ്പോഴും എന്റെ ജീവിതത്തിൽ വന്ന ഈ അഗ്നിശോധനയെങ്കിൽ ഞാൻ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോയിട്ടുണ്ട്, ഞാൻ അടിപതറി പോയിട്ടുണ്ട്, ഞാൻ തകർന്നു പോയിട്ടുണ്ട്. എന്നാൽ അവിടെ എന്നെ ഉറപ്പിച്ച് നിർത്തിയത് ഈ ജീവന്റെ വചനമാണ്. അവിടെ എന്നെ തല നിർത്തിയത് ദൈവത്തിന്റെ ശബ്ദമാണ്. അതേ കർത്താവേ, എന്റെ ആയുസിന്റെ അവസാന നിമിഷം വരെ ആ ദൈവ സാന്നിധ്യത്തോടും ദൈവ ശബ്ദത്തോടും ദൈവിക വാഗ്ദത്തങ്ങളോടും ചേർന്ന് സഞ്ചരിക്കുവാൻ ഇന്ന് പകൽക്കാലം എന്നെ ആവശ്യമുള്ള കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാണ്. ആകിയാൽ ദിവസങ്ങൾ പരീക്ഷ പരാജയത്തിനല്ല, നിന്നെ തകർക്കാനല്ല, നിന്റെ വാഗ്ദത്തങ്ങളിലേക്ക്, ഡെസ്റ്റിനിയിലേക്ക്, ആ ദൈവ മഹത്വത്തിലേക്ക് നടത്തുവാൻ തിരിച്ചറിഞ്ഞ് ഈ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കാം, ഈ ദൈവത്തിൽ പ്രത്യാശ വെക്കാം. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസ ചെയ്തുകൊണ്ട് അവസരത്തെ കർത്താവിന്റെ ദാസനും ദൈവസഭയ്ക്ക് നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.